ഒരു മാജിക് കൊണ്ട് രണ്ട് കാര്യങ്ങളെ പറയാം. അതായത് ഒരു പാക്ക് ഓഫ് കാർഡിൽ 4 കിങ്ങുകളാണുള്ളത്. അത് വേണമെങ്കിൽ നമുക്ക് കളരിപ്പയറ്റ്, കുങ്ഫു, കൊബുഡോ, കരാത്തെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എല്ലാം കെ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു കുറച്ച് അനുഭവങ്ങൾ നമുക്ക് മാജിക്കിലൂടെ തുടങ്ങാം. അതായത് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും വളരെ കൃത്യമായിട്ട് ഡയമണ്ട് എന്ന് പറഞ്ഞ കാർഡ്. ഓക്കെ, നമ്മൾ കൃത്യമായിട്ട് ഇതിനെ മുകളിലേക്ക് വെച്ചിട്ടുണ്ടോ? കൃത്യമായിട്ട് മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇരിക്കുന്ന കാർഡ് ഏതാണെന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയാൻ പറ്റും. കറക്റ്റ് അല്ലേ? നോക്കിയേ, അപ്പോൾ ഈ കാർഡാണോ സത്യത്തിൽ നിങ്ങൾ കണ്ടത്? ഒരിക്കലും അല്ലല്ലോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കണ്ട കിങ്ങും രണ്ടാമത് കണ്ട കിങ്ങും തമ്മിൽ തിരിച്ചറിയാൻ പാടാണ്. പറയുമ്പോൾ 2 കിങ് ആണെങ്കിലും ഒന്ന് ഡയമണ്ടും ഒന്ന് മറ്റതുമായിരിക്കും, മറ്റൊരു കാർഡുമായിരിക്കും. ഇങ്ങനെയുള്ള 2 കാർഡുകൾ, അതായത് എനിക്കുണ്ടായ 2 അനുഭവങ്ങൾ സെയിം ആണ്. പറയുമ്പോൾ കിങ് ആണ്, ഒന്ന് കുങ്ഫു ആണ്, ഒന്ന് കളരിപ്പയറ്റ് എന്ന് പറഞ്ഞ രീതിയിലാണ്. അപ്പോൾ അതിലുണ്ടായ അനുഭവങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. പ്രിയമുള്ളവരെ നമസ്കാരം, ഞാൻ ഡോക്ടർ ഹരീഷ് ശമ്പക്കര. പ്രാക്ടിക്കൽ മാർഷൽ ആർട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യേണ്ടത്, എനിക്കുണ്ടായ 2 അനുഭവങ്ങളാണ്, രണ്ടും സെയിം ആണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ, രസകരമാണ്. നമുക്ക് പറ്റാതിരിക്കാൻ ഞാൻ ഈ കഥയൊക്കെ പറയുന്നത് കേട്ടോ. ആദ്യം കുട്ടിക്കാലത്ത് കളരിപ്പയറ്റാണ്, പിന്നീട് കുങ്ഫു പഠിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ തന്നു. അപ്പം ബെൽറ്റ് കുങ്ഫു ഇല്ല എന്ന് കുറച്ചേറെ വർഷങ്ങൾക്ക് ശേഷമാണ് മനസ്സിലായത്. ഇത് ശരിക്കും കുങ്ഫു എന്നും പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സ്പോർട്സ് ഐറ്റം അല്ല എന്നുള്ളതാണ് വേറെ സത്യം. കരാത്തെ അങ്ങനെയുള്ള കാര്യങ്ങൾ സ്പോർട്സ് ആണ്. അതിൻ്റെ കുറച്ചേറെ വിശദ രൂപങ്ങൾ ഞാൻ ഇടയ്ക്ക് പറഞ്ഞുതരാം. അപ്പോൾ അവിടെ ചെന്ന് ബെൽറ്റ് കിട്ടി, സർട്ടിഫിക്കറ്റ് തന്നു. അപ്പോൾ അതിനകത്ത് വന്നപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് എഴുതി വെച്ചിരിക്കുന്നു ഗ്രാൻഡ് മാസ്റ്റർ ഹിസിങ് പിങ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ അങ്ങനെ ഒരാൾ ചൈനയിൽ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇന്നൊക്കെ ഇൻ്റർനെറ്റൊക്കെ വളരെ സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ അന്ന് തിരക്കപ്പോഴും ഇല്ല. പിന്നെ അതിൻ്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് മദ്രാസ് എന്ന് വെച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ മദ്രാസിൽ ഹെഡ് ഓഫീസ് ഇല്ല, അതും അന്വേഷിച്ചു. അപ്പം ഇതെല്ലാം ഒരു തരത്തിലുള്ള തട്ടിപ്പാണെന്ന് മനസ്സിലായി. കുങ്ഫുവിൻ്റെ കാര്യം പറയണം കേട്ടോ. അതിനുശേഷമാണ് ഇത് ഉണ്ടാക്കിയ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം എന്ന് പറഞ്ഞാൽ തേർഡ് ഡാൻ ബ്ലാക്ക് ബെൽറ്റ് ആണ്. തേർഡ് ഡാൻ ബ്ലാക്ക് ബെൽറ്റ് ആയിട്ടിരിക്കുന്ന ഒരാളുടെ ശിഷ്യൻ എന്ന് പറയുമ്പോൾ എന്തായാലും തേർഡ് ഡാന് താഴെ ആയിരിക്കണം അല്ലേ? അതിനുശേഷം എൻ്റെ ഗുരുനാഥൻ എന്നെ പഠിപ്പിച്ച സമയത്ത് അദ്ദേഹം തേർഡ് ഡാൻ വരെ വന്നുള്ളൂ. അതിനുശേഷം ഉണ്ടായ പല ആശാന്മാരും, ഇദ്ദേഹത്തിൻ്റെ ഇതേ പരമ്പരയിൽ വരുന്ന പല ആശാന്മാരും 6th ഡാനൊക്കെയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു 8th ഡാനൊക്കെ ആയെന്ന് തോന്നുന്നു. ആശാൻ എവിടെയുള്ളൂ? തേർഡ് ഡാനേ ഉള്ളൂ. ഇതെനിക്ക് കിട്ടിയ ഒരു അബദ്ധമാണ്. ഇനി ഇതേ സെയിം അബദ്ധം രണ്ടാമത് പണഞ്ഞു. കാരണം ഞാൻ ഈ കളരിപ്പയറ്റ് മർമ്മയൊക്കെ ഞാൻ പറഞ്ഞ 94-ൽ പഠിച്ചിറങ്ങുന്ന സമയത്തൊക്കെ ഇതിന് ബെൽറ്റ് ഇല്ല. അപ്പോൾ നമ്മളൊരു പരസ്യം കാണുകയാണ്, ഉടൻ ബെൽറ്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളങ്ങനെ തിരക്ക് പിടിച്ച് ചെന്നു. ഒരു വലിയ പുളിയുടെ മണ്ടയ്ക്കൊരു ബോർഡ് വെച്ച്, ഇന്നാണ് നമ്മൾ പോവില്ല, നിങ്ങളത് മനസ്സിലാക്കണം, ഒരു സീക്രട്ടാണ്. ഒരാൾ താഴെ നിന്നാൽ വായിക്കാവുന്ന രീതിയിലായിരിക്കണം ബോർഡ് വെക്കേണ്ടത്. ഇത് ഭയങ്കര ഹൈറ്റിൽ വളരെ ചെറുതായിട്ട് കുറച്ചേറെ, ഞാൻ അവിടെ ഫുള്ള് തപ്പിയിട്ട് പോലും കിട്ടില്ല. മൊബൈൽ വിളിച്ച് വെച്ചപ്പോഴാണ് പറയുന്നത് ഇന്നടുത്തൊരു ബോർഡ് കണ്ടോ, പുള്ളിയുടെ മണ്ടയ്ക്കാണെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ നോക്കി ഇത് കണ്ടുപിടിക്കുകയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം നമ്മളൊരു പോസ്റ്ററിൽ ഒരു ബോർഡ് ഒട്ടിക്കുമ്പോൾ അതിൻ്റെ വലിപ്പം, അക്ഷരങ്ങളുടെ വലിപ്പം എത്ര ഹൈറ്റിലാണ് നിൽക്കേണ്ടത് അത് നമുക്ക് ഇന്നറിയാം. ഇന്നാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോവില്ല. അന്ന് നമ്മൾ അത്ര ശ്രദ്ധ ഉണ്ടായില്ല, നേരെ പോയി പരിചയപ്പെട്ടു. അപ്പം എനിക്ക് 2 ഡേയ്സ് കൊണ്ട് ബ്ലാക്ക് ബെൽറ്റ് കിട്ടി. ഞാൻ ഞെട്ടിപ്പോയി. 2 ഡേയ്സ് 10-38 മർമ്മങ്ങളൊക്കെ പറഞ്ഞ് 2 ഡേയ്സ് ബ്ലാക്ക് ബെൽറ്റ്. ഓക്കെ, എൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ഇതിൻ്റെ ഹയസ്റ്റ് റാങ്ക് ആയിരുന്നുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് വീണ്ടും പഠിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പോണത് ഒരു 2 മാസം കഴിഞ്ഞിട്ടാണ്. വീണ്ടും അടുത്ത് വന്നപ്പോഴത്തേക്ക് 2 ദിവസം കൊണ്ട് വീണ്ടും ഫസ്റ്റ് റാങ്ക് കിട്ടി. അങ്ങനെ ഈ ഓരോ മാസങ്ങളുടെ അല്ലെങ്കിൽ 6 മാസം 8 മാസം 1 വർഷത്തിൻ്റെ കണക്കുകളിൽ പറഞ്ഞു വരുമ്പോൾ 6th ഡാൻ വരെ എത്തി. 6th ഡാൻ കഴിഞ്ഞ് എനിക്ക് ഡയറക്റ്റ് എന്നോട് ചോദിച്ചു എന്തൊക്കെ അറിയാം. ഞാൻ പറഞ്ഞു യോഗ അറിയാം. അപ്പോൾ അവരുടെ സിലബസ് എന്ന് പറയുന്ന ഒരു സംഗതി അനുസരിച്ചിട്ട് എനിക്കിതിനകത്തെല്ലാം ക്വാളിഫിക്കേഷൻ അന്നേ ഉണ്ട്. അങ്ങനെ നേരെ എനിക്ക് റെഡ് തരുന്നു. റെഡ് തന്നു കഴിഞ്ഞ് പിന്നീട് ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് അതിനകത്ത് സിലബസുകൾ ഇല്ല എന്നുള്ള കാര്യം. 6th ഡാന് മേളിൽ സിലബസ് ഇല്ല. അത് നമ്മൾ അന്നറിഞ്ഞൊരു കൈപ്പേറിയ സത്യമായിരുന്നു. അതിനുശേഷം നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ മുന്നോട്ട് നീങ്ങി. അത് കഴിഞ്ഞ് ഞാനിങ്ങി മാറി. ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ എന്നറിയോ, ഇപ്പോൾ എൻ്റെ ക്ലാസ്സിൽ പണ്ടൊരാളുണ്ടായിരുന്നു. അയാൾ ഒരു ദിവസം ക്ലാസ്സിൽ വന്നിട്ട് പോയിട്ട് പിന്നെ വരുന്നത് 2 വർഷം കഴിഞ്ഞിട്ടാണ്. 2 വർഷം കഴിഞ്ഞിട്ട് ഒരു ക്ലാസ്സിൽ വന്നിട്ട് പോയി. ഞാൻ പറഞ്ഞു ഇത് പറ്റത്തില്ല ഇവിടെ, കാരണം നമ്മൾ ഡെയിലി ക്ലാസ്സാണ് എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ ഡെയിലി ക്ലാസ് ഉണ്ട്. അപ്പോൾ ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പോകുന്നത്, അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടു. അതിനുശേഷം ഞാൻ അറിയുന്നത് അയാൾ മറ്റൊരാളോട് പറഞ്ഞു മാഷുമായിട്ട് എനിക്ക് 15 വർഷത്തെ പരിചയം ഉണ്ടെന്ന്. ഈ 15 വർഷത്തെ പരിചയം ഉണ്ടെന്ന് വെച്ചുകൊണ്ട് എങ്ങനെയാണ്, ഈ 15 വർഷത്തിൽ 2 തവണയാണ് അയാൾ വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് നമ്മുടെ ശിഷ്യന്മാരുടെ വർഷങ്ങളുടെ കണക്കാക്കുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ അദ്ദേഹം അവസാനം എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്. എൻ്റെ ഗുരുനാഥൻ അവസാനമായി പറഞ്ഞു തന്നൊരു ടെക്നിക്കുണ്ട്, ഞാനത് മോനോട് ചെയ്യാം, മോൻ അതിനെതിരായിട്ടൊന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ നോക്കാം, അതല്ലേ ഏറ്റവും നല്ലത്, നമ്മൾ പഠിച്ചതുമായിട്ടൊരു താരതമ്യ പഠനമാണല്ലോ. അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് ചെയ്തു. ഞാനത് പ്രതിരോധിച്ചു. അത് വേറൊരു തന്ത്രം ഉപയോഗിച്ചാണ്.
ആ ടെക്നിക്കാണ് ഇന്ന് ഞാനിതിവിടെ പറഞ്ഞു തരുന്നത്. നേരെ വീഡിയോയിലേക്ക്. അദ്ദേഹം പറഞ്ഞ അവസാനത്തെ അടവ് എന്ന് പറയുന്നത് അറ്റ് എ ടൈം നമ്മൾ ഡബിൾ പഞ്ച് ചെയ്യാം. സംഗതി കൊള്ളാം കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആളെ നിർത്തി കഴിഞ്ഞാൽ നേരെ ഡബിൾ പഞ്ച് ചെയ്യാം. ഡബിൾ പഞ്ച് ചെയ്യുമ്പോൾ എത്ര പഠിച്ച ആളാണെങ്കിൽ എന്ത് പറ്റും, ഏതെങ്കിലും ഒന്നേ തട്ടുള്ളൂ, ഒരെണ്ണം ഉറപ്പായിട്ട് കൊള്ളൂ. തന്ത്രം കൊള്ളാം, അതായത് ഇങ്ങനെ. അപ്പം അങ്ങനെ വരുമ്പോൾ സാധാരണ ഒരാൾ എന്താ ചെയ്യുന്നത് നോക്കുക. പഞ്ചിന് ഇങ്ങനെയുള്ള ശ്രമങ്ങളൊക്കെ നടക്കും. ഇത് പ്രാക്ടിക്കൽ അല്ല. കാരണം നമ്മൾ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നു ഈ കൈയാണ് വരുന്നതെങ്കിൽ പ്രശ്നമാവും. ഇനി അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് നടക്കത്തുമില്ല. മനസ്സിലായോ? ഇനി അതേ പഞ്ച് ഡബിൾ പഞ്ച് ഇതേ ലെവലിലാണ് വരുന്നെങ്കിൽ നമുക്ക് ചെയ്യാം. ഇതേ ലെവലിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ എടുക്കാൻ പറ്റണം. ഇതൊക്കെ സ്പീഡ് വന്നു കഴിഞ്ഞാൽ നടക്കില്ല എന്നുള്ളതാണ് സത്യം. വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് പറ്റില്ല. അന്ന് ഞാൻ ചെയ്തൊരു ട്രിക്കാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അതായത് ഇങ്ങനെ വരുന്ന പഞ്ചിനിട്ട് നമുക്ക് എന്ത് ചെയ്യാം. ഞാൻ ഇവിടെ അദ്ദേഹം ഉദ്ദേശിച്ചത് 2 പഞ്ച് നേരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തട്ടാൻ പറ്റില്ല. അപ്പോൾ ഒരെണ്ണം എവിടെ ആയാലും കൊള്ളും. ഇത് കോമൺ ഒരു സാധനമാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, നമ്മൾ എങ്ങോട്ടേലും ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അതാണ് ഇമ്പോർട്ടൻറ്റ് മാറ്റർ. മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പഞ്ചിനെ നമ്മൾ പ്രതിരോധിക്കേണ്ടതുള്ളൂ. ഇത് വിങ് ചുൻ എന്ന് പറഞ്ഞ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു മാർഷൽ ആർട്ടിൻ്റെ രഹസ്യമാണ് ഇപ്പോൾ കാണിച്ചത്. അത് ആദ്യമായിട്ട് അദ്ദേഹം കേട്ടപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോൾ എന്നോട് ചോദിച്ചത് എന്താ സാധനം. ഞാനിപ്പോൾ പറഞ്ഞൊക്കെ കൊടുത്തു. ഇത് ഒരു കാരണവശാലും ഇത് സ്പോർട്സുമായി ബന്ധപ്പെട്ടൊരു സാധനമല്ല, ഇതൊരു ഫാമിലി സിസ്റ്റമാണ്. ഇതെല്ലാം വിശദമായിട്ട് പറഞ്ഞു കൊടുത്താണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള അവസരങ്ങൾ, അത് ഡബിൾ പഞ്ച് ഇങ്ങനെ വന്നാലും നമ്മൾ എങ്ങോട്ട് നീങ്ങണം, സെൻട്രി വരിക പഞ്ച്. ഇത് വന്നാലും നമുക്കിത് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ ഡബിൾ പഞ്ച് ഇങ്ങനെ വന്നാലും ഇങ്ങനെ വന്നാലും ഇങ്ങനെ വന്നാലും നമ്മൾ സൈഡ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മാറാൻ പറ്റും. ഇത്രയും നിങ്ങൾ ഓർത്ത് വയ്ക്കണം. ഇത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. ഓക്കെ, നമ്മളെ പഠിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വളരെ ശ്രദ്ധിച്ചു പോയി ചേരുക കാര്യങ്ങളിൽ. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സിനിമ മൊത്തത്തിൽ 2.5 മണിക്കൂർ കാണുന്നെന്ന് കൂട്ടിക്ക്. ഈ 2.5 മണിക്കൂർ സിനിമയിൽ ആകെ കഥ നമുക്ക് പറയാൻ പറ്റും. ആകെ കഥ നിങ്ങൾക്ക് പറയാൻ പറ്റും. പക്ഷേ ഒരു ഡയറക്ടർ ചെയ്യുന്ന പോലെ അല്ലെ ഒരു എഴുത്തുകാരൻ ചെയ്യുന്ന പോലെ അതിൻ്റെ ഓരോ സീക്വൻസും നമുക്ക് പറയാൻ കഴിയില്ല. ഒരു സിനിമ കണ്ടാൽ പോലും മൊത്തത്തിൽ കഥ പറയാം, എല്ലാം ഓർത്തോർത്ത് എടുക്കണം. അതൊരു വിഷ്വലായിട്ടുള്ള സാധനമായിട്ട് കൂടി നമ്മൾക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിൽ 2 ദിവസം കൊണ്ട് എങ്ങനെ ബ്ലാക്ക് ബെൽറ്റ് നേടാൻ പറ്റും? ഓർത്തിരിക്കുമോ? ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് വരുമോ? ബ്രൂസിലേക്ക് എത്രയോ വർഷങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ്. അഭ്യാസത്തിൻ്റെ ബലം എന്ന് പറയുന്നത് പ്രാക്ടീസാണ്, നിരന്തരമായ പ്രാക്ടീസാണ്. അത് ഗുരുനാഥനെ പോയിട്ട് ഒരു പ്രാവശ്യം കണ്ടിട്ട് അടുത്ത വർഷം പോയി കണ്ടിട്ട് ഞാൻ 5 വർഷമായി 10 വർഷമായി എന്ന് പറയുന്നതല്ല എൻ്റെ പരിപാടി. അപ്പോൾ സിലബസ് ഇപ്പോൾ ഒക്കെ ആയിട്ടുണ്ടാവും, സിലബസൊക്കെ ആക്കി എടുത്തിട്ടുണ്ടാവും. പക്ഷേ ഇതിലൊക്കെ പ്രധാനപ്പെട്ട പ്രശ്നം വെച്ചാൽ ഈ 2 ദിവസം കൊണ്ട് ഇങ്ങനെ കൊടുക്കുന്ന കാര്യങ്ങൾക്കൊന്നും വലിയ വാലിഡിറ്റി ഒന്നും ഉണ്ടാവില്ല. ഇത് കാലം തെളിയിക്കേണ്ടതാണ്. ഇത് ശരിയാണോ തെറ്റാണ്. ഇപ്പം നമുക്ക് കാണുമ്പോൾ വേഷത്തിൽ ഇപ്പോൾ നല്ലൊരു ആപ്പിൾ നമ്മൾ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചേറെ കാര്യങ്ങൾ വെച്ചിട്ടാണ് അല്ലേ. ആ ആപ്പിളിൻ്റെ സ്റ്റിക്കർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇച്ചിരൂടെ പഠിക്കുന്ന ഒരാളാണെങ്കിൽ. അപ്പോൾ ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടിയാണ് ഇതിന് ആക്യുറസി, അതുപോലെ തന്നെ കുറച്ചേറെ ഭംഗി ഒക്കെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ പഠിച്ച് അടുത്തൊരു തലമുറയിലേക്ക് വരുമ്പോൾ ഇത് എത്രമാത്രം ഫെയിലായിരിക്കും, അടുത്ത തലമുറ വിശ്വസിക്കുന്നത് എന്തായിരിക്കും, നമ്മൾ എന്താണ് അവരെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ പറയില്ലേ ആർട്സും സ്പോർട്സും എന്നൊക്കെ പറയില്ലേ. ഇതിൽ ഈ കാര്യങ്ങൾ ഇപ്പോൾ കരാത്തെ പോലുള്ളത് സ്പോർട്സ് ആണെന്ന് കരുതിയാൽ അവിടെ ഇത്ര പോയിന്റിന് മാത്രമേ ഇത് കൊള്ളുള്ളൂ എന്നല്ല. ഇത് കുറച്ചുകൂടെ വിശദമായിട്ട് ഇത് പഠിപ്പിക്കുന്ന ഗുരുക്കന്മാർ പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു കിക്കിന് ഇത്രയാണ് പോയിന്റ്, ഒരു പഞ്ചിന് ഇത്രയാണ് പോയിന്റ്. ശരിക്കും ഒരു ഭാഗത്ത്, ഒരു പ്രത്യേക ഭാഗത്ത് ചെയ്യുന്നതിന് പോയിന്റ് കൂടുതലുണ്ടാവും. അതുപോലെ തന്നെ ഒരു റൗണ്ട് ഹൗസ് ഒക്കെ ആണെങ്കിൽ അതിന് വേറെ ആണ് മാർക്ക് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാന പോയിന്റിലേക്ക് ടച്ച് ചെയ്യാനായിട്ട് നമ്മുടെ സ്റ്റുഡൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മാർക്ക് കൊടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിന്റിലേക്ക് ടച്ച് ചെയ്യാൻ അവൻ പ്രാപ്തനായി എന്നാണ് അർത്ഥം. പിടികിട്ടിയോ? 2, ഈ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ അവന് ഈ ടച്ച് ചെയ്തെടുക്കാനാണ് പാട്. ഒരാളെ ഇടിച്ചു കൊല്ലാൻ കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം ടച്ച് ചെയ്ത് വലിക്കണേ സ്വല്പം പാടാണ്. കാരണം വെച്ചാൽ പ്രാക്ടീസ് നന്നായിട്ട് വേണം, 2 ദിവസം കൊണ്ട് പറ്റില്ല. അപ്പം നമ്മൾ ഡെയിലി പ്രാക്ടീസ് കൊടുത്ത് കുട്ടികളെ അത്രയും ആക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ടാണ് സ്പോർട്സിൻ്റെ മത്സരങ്ങളിലേക്ക് വിടുന്നത്. അപ്പോൾ അവിടെ കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് അവൻ അവിടെ വരെ ചെയ്യാൻ പറ്റുമെന്നല്ല, അവൻ അവിടെ വരെ കൺട്രോൾ ചെയ്യാമെങ്കിൽ എന്തും ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ അർത്ഥം. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതുകൊണ്ട് പോയിന്റിന് അതിനെ നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. ഒരു പക്ഷെങ്കിൽ സാധാരണ ഒരു അടി പഠിപ്പിക്കുന്ന അല്ല ഒരു ഇടി പഠിപ്പിക്കുന്ന ആളെക്കാളൊക്കെ 10,000 മടങ്ങ് ചെയ്യുവാനായിട്ട് ഈ പറയുന്ന സ്പോർട്സിന് പോകുന്നവന് പറ്റും. അന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ഒരാളെ ഇടിച്ചു കൊന്നിട്ട് നമുക്ക് മെഡൽ കൊടുക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് അവരെന്ത് ചെയ്യുന്നു, പൊതുവിൽ അത് മാർക്കായിട്ട് സ്പോർട്സായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സ്പോർട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ കണ്ടിരിക്കുന്നവർ ഒരിക്കലും അതിനെ അങ്ങനെ കാണരുത്.
അതൊക്കെ നമ്മൾ ജനിച്ച് നമ്മൾ മത്സരങ്ങളിലൊക്കെ ഒന്ന് പങ്കെടുത്തിട്ട് ഇത് പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം നമുക്ക് അതിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അതുപോലെ ഈ നമ്മുടെ സ്ഥലത്ത് ഞാൻ എപ്പോഴും പറയാറില്ല, നമ്മുടെ കിണറ്റിരുന്ന് ചിന്തിക്കാതെ ലോകത്തോട്ടൊന്ന് ഇറങ്ങി ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യസന്ധമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ഇതെല്ലാം കാലം തെളിയിക്കും. അതിനുവേണ്ടി ഞാൻ വെയിറ്റിങ്ങിലാണ്. ഞാനിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് മാർഷൽ ആർട്ടിനെക്കുറിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കുറച്ച് പേരുടെ, വളരെ ചെറിയ കുറച്ച് ആൾക്കാരെ കൊണ്ടിട്ട് ഇതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ഇഷ്ടം, തീരുമാനം ഒക്കെ.